പ്രധാനമായ നിമിഷങ്ങളിലൂടെയാണ് സംസ്ഥാന നിയമസഭ കടന്നുപോകുന്നത്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അസാധാരണ പ്രതിഷേധ രംഗങ്ങൾക്കാണ് ഇന്ന് നിയമസഭയിൽ വേദിയാവുന്നത്. പ്രതിഷേധത്തിനിടെ ഡയസിനുള്ളിൽ കടന്ന് അൻവർ സാദത്ത് MLA വന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് സ്പീക്കർ ഇരിപ്പിടം വിട്ടു. പ്രതിഷേധത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു. പിന്നീട് സഭ പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം വഴിമുട്ടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോലും പ്രതിപക്ഷത്തിനാകുന്നില്ലെന്ന് മന്ത്രി MP രാജേഷ്. ഹൈക്കോടതിയിൽ നിന്നും തുടർച്ചയായി പ്രഹരമേൽക്കുകയാണ് പ്രതിപക്ഷത്തിന്. കോടതിയിൽ തോറ്റാൽ സഭയിൽ എന്നാണ് പുതിയ രീതിയെന്നും MP രാജേഷ് പറയുന്നു. ഡയസിന് മുകളിൽ കയറി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ നേതാവ് MLA-മാർക്ക് ക്ലാസ് കൊടുക്കുന്നുവെന്നുമാണ് ആക്ഷേപം. ഇതിനിടയിൽ അയ്യപ്പ പാരടി പാടിയ പ്രതിപക്ഷത്തിന് മന്ത്രി V ശിവൻകുട്ടിയുടെ മറുപടിയുമുണ്ട്. ശ്രീമതി ശൈല ടീച്ചർ ചുമതലപ്പെടുത്ത പ്രകാരം പ്രതിഭ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ചീത്തവിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ, ശ്രീമതി ശൈല ടീച്ചർ ചുമതലപ്പെടുത്ത പ്രകാരം പ്രതിഭ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ചീത്തവിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ, നാടകീയ നിമിഷങ്ങളാണ്, അതിസങ്കീർണ നിമിഷങ്ങളാണ് നിയമസഭയിൽ സംഭവിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ ഡയസിന് ചുറ്റും പ്രതിഷേധം. അൻവർ സാദത്ത് ആലുവ MLA സ്പീക്കർ ഡയസിനുള്ളിലേക്ക് ചാടിക്കയറുന്നു. വലിയ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇതിനിടയിൽ അയ്യപ്പ പാരടി പാടി പ്രതിപക്ഷം സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ മറിച്ച് പാരടി പാടി മന്ത്രി V ശിവൻകുട്ടിയും. അങ്ങനെ നിർണായക നിമിഷങ്ങളിലൂടെ, വലിയ പ്രതിഷേധ നിമിഷങ്ങളിലൂടെ നിയമസഭ കടന്നു പോവുകയാണ്. VB അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഈ സഭയിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ സഭ പുനരാരംഭിച്ചോ? സഹത്ത് 15 മിനിറ്റിലേറെ നിർത്തിവെച്ച ശേഷം സഭ 10 മണിക്ക് വീണ്ടും ആരംഭിച്ചു. അപ്പോഴും പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. അതിനിടെ മന്ത്രി നിയമമന്ത്രി P രാജീവാണ് ഇപ്പോൾ സഭയിൽ സംസാരിക്കുന്നത്. സഭ തുടങ്ങുമ്പോൾ തന്നെ രാജീവിനോട് സംസാരിക്കാൻ സ്പീക്കർ ആവശ്യപ്പെടുകയായിരുന്നു. നേരത്തെയുള്ള ഹൈക്കോടതി വിധി അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് നിയമമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരത്തെ ഉത്തരവിൽ പൂർണ്ണമായും ഹൈക്കോടതിയുടെ മേൽനോട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോടതിക്കല്ലാതെ വേറൊരാൾക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കോടതി ഉത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷം ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പഴിചാരുന്നു? ഒരിടത്തേക്കും ഈ അന്വേഷണം റിപ്പോർട്ടുകളോ രഹസ്യങ്ങളോ പോകുന്നില്ല. തീർത്തും രഹസ്യാത്മകമായുള്ള അന്വേഷണമാണ്. കോടതി നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ആരും അട്ടിമറിക്കുന്നില്ല എന്ന വാദമാണ് നിയമമന്ത്രി P രാജീവ് മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നതിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. രാവിലെ സഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കിയതാണ്. SIT പൂർണ്ണമായും നിർവീര്യമായി, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു, അന്വേഷണം സ്തംഭിച്ചു. ആ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം നൽകി ഓരോരുത്തരായി പുറത്തു വരികയാണ്. ജാമ്യം നേടി ഓരോരുത്തരായി പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭാ നടപടികൾ സഹകരിക്കാൻ കഴിയില്ല. സ്വർണ്ണക്കൊള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ആദ്യഘട്ടം സ്വീകരിച്ച പോലെ നിലപാടാണ് പ്രതിപക്ഷം ഇന്ന് വീണ്ടും സ്വീകരിച്ചത്. റൂൾ 50 നോട്ടീസ് നൽകാതെ നേരിട്ട് ശബരിമല പ്രശ്നം ഉയർത്തിയുള്ള പ്രതിഷേധം കടക്കുകയായിരുന്നു പ്രതിപക്ഷം. അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സഭ സാക്ഷിയായി. പ്രതിപക്ഷാംഗങ്ങൾ ഡയസിനടുത്തേക്ക് എത്തുമ്പോൾ തന്നെ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിൽ ഇറക്കിയത് പ്രതിരോധിച്ചു. എന്നാൽ ഏതാണ്ട് 9:40 കൂടി
വി ശിവൻകുട്ടി മന്ത്രി പ്രസംഗിക്കുന്നതിനിടെ സ്പീക്കർ ഡയസിലേക്ക് കടക്കാൻ പ്രതിപക്ഷ നേതാവ് അംഗങ്ങളെ ഉപദേശിക്കുകയാണെന്ന ആരോപണം ഉന്നയിച്ചു. തൊട്ടു പിന്നാലെ ആദ്യം അൻവർ സാദത്ത് കാലെടുത്ത് വെച്ച് സ്പീക്കർ ഡയസിലേക്ക് കയറി. TV ഇബ്രാഹിമും മറുഭാഗത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമം നടത്തി. അപ്പോൾ തന്നെ സ്പീക്കർ സഭ നിർത്തിവെച്ച് ചേംബറിലേക്ക് മടങ്ങുകയായിരുന്നു. അതിനുശേഷം തിരികെ എത്തുമ്പോഴും രംഗങ്ങൾ സമാനമാണ്. രംഗങ്ങൾ മാറുന്നില്ല. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. അതിനിടയിലാണ് മന്ത്രി പി രാജീവ് ഇപ്പോൾ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ് നിയമസഭയിൽ നടക്കുന്നത്. എന്തായാലും ശബരിമല വിഷയത്തിൽ തന്നെയാണ് ഈ നീക്കം നടക്കുന്നത് എന്നാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ മന്ത്രി പി രാജീവ് ഈ വിഷയത്തിന്റെ നിയമ നടപടികളടക്കം സഭയിൽ വിശദീകരിക്കുകയാണ് എന്നതാണ് സാഹചര്യം. അരുണ്, അടിയന്തര പ്രമേയം നോട്ടീസിലൂടെ നൽകുക അങ്ങനെ ഒരു നീക്കം പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായില്ല. മറിച്ച് സഭ ചേർന്നപ്പോൾ തന്നെ ഈ വിഷയം ഉന്നയിച്ചു വരിക എന്നതാണോ? അതാണോ ഈ MP രാജേഷൊക്കെ പ്രതിപക്ഷ നോട്ടീസ് പോലും നൽകുന്നില്ല എന്നൊരു വിമർശനം ഉന്നയിച്ചതിന്റെ കാരണം? മുഖ്യമന്ത്രി ആഫീസിൽ ഒരു തരത്തിലുള്ള സഹകരണം വേണ്ട നിലപാട് തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. ഇപ്പോൾ പി രാജീവ് മന്ത്രി പറഞ്ഞത് പ്രത്യേകിച്ചും ഈ പ്രതിപക്ഷ തെറ്റായ കാര്യങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കുകയാണെന്നാണ് കോടതി വിമർശിച്ച സർക്കാരിനെയോ അന്വേഷണത്തെയോ അന്വേഷണ സംഘത്തെയോ അല്ല, മറിച്ച് പ്രതിപക്ഷത്തെയാണ്. പ്രതിപക്ഷം തെറ്റായ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കാൻ, നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കോടതി ആരോപിച്ചത്. പ്രതിപക്ഷത്തിന് വേണ്ടി സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ പരാതി കൊണ്ടുവന്ന ആളുടെ പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആഗോള അയ്യപ്പ സംഘം അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു ഇത്. ലോകത്താദ്യമായി കോൺക്രീറ്റ് ചെയ്ത കൊടിമരം ചിതറിച്ചു പോയെന്ന് കണ്ടെത്തിയതാണ് കോൺഗ്രസുകാർ. അതായത് കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് നടന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ പി രാജീവ് ആരോപിക്കുകയാണ്. ഇവർ ഹൈക്കോടതിയെ ഭയപ്പെടുന്നു. പ്രതിപക്ഷമാണ് ഹൈക്കോടതിയെ ഭയപ്പെടുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് പരിശോധിക്കണമെന്ന വിമർശനം കൂടി ഒരു ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തുണ്ടായി. ബാനറും വലിച്ചു മാറ്റി, അതായത് സ്പീക്കറുടെ മുഖം മറച്ചുള്ള ബാനർ ഇപ്പോൾ വാച്ചാൻവാർഡ് വലിച്ചു മാറ്റാൻ ശ്രമം നടത്തിയിരിക്കുന്നു. വാച്ചാൻവാർഡ് നേരിട്ട് സ്പീക്കറെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്നതാണ് ഇപ്പോൾ ഉള്ളത്. MLA-മാരെ സ്പീക്കർ വിമർശിക്കുകയും ചെയ്തു. ഡയസിലേക്ക് കയറിയ MLA-മാരുടെ നടപടി ശരിയായില്ലെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന് നേരെ ഇപ്പോൾ സ്പീക്കർ നടത്തിയത്. പ്രതിഭ ഇപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോഴും അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ തുടരുന്നു. തികച്ചും സംഘർഷാത്മകമായ സാഹചര്യം സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നു വേണം മനസ്സിലാക്കാൻ. അവിടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമല്ല. സാരംഗ് അവിടേക്ക് പോകുന്നുണ്ട്. ഏതായാലും വളരെ സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. നിയമസഭ സംഘർഷാത്മക MLA-മാർ ഡയസിലേക്ക് കയറുന്നു. ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. സ്പീക്കർ ചേംബറിലേക്ക് മടങ്ങി. പ്രതിപക്ഷ MLA-മാർ സ്പീക്കറുടെ ഡയസിലേക്ക് കസേരയ്ക്ക് അടുത്തേക്ക് കയറാൻ ശ്രമം നടത്തുന്നു. വാച്ചാൻവാർഡ് പ്രതിരോധിക്കുന്നു. അതിശക്തമായ സംഘർഷം സഭയിൽ ഉണ്ടാകുന്നു. നേരത്തെയൊക്കെ നമ്മൾ KM മാണിയുടെ ബജറ്റ് സമയത്ത് കണ്ട സമാനമായ സാഹചര്യങ്ങളിലേക്ക് സഭ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാനാകുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ചുറ്റും വാച്ചാൻവാർഡിന്റെയും അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളുടെയും സംരക്ഷണമുണ്ട്. ഇപ്പോൾ സഭാ TVയുടെ സംരക്ഷണം വീണ്ടും മുഖ്യമന്ത്രിയെ തന്നെ കാണിക്കുന്നു. അതായത് പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ഇരച്ചു കയറാൻ ശ്രമം നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് സ്പീക്കർ വീണ്ടും സഭ നിർത്തിവെച്ച് ചേംബറിലേക്ക് മടങ്ങിയിരിക്കുന്നു. അത്യന്തം സംഘർഷാത്മകമായ സാഹചര്യത്തിലേക്ക് കേരള നിയമസഭ വീണ്ടും മാറുന്നു. സ്വർണ്ണക്കൊള്ള ആരോപണം സഭയെ അത്യന്തം സംഘർഷാത്മകമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രതിപക്ഷം സാധാരണഗതിയിൽ പ്രതിഷേധിച്ച് സഭ വിട്ടു പോവുകയാണ്. പ്രതിപക്ഷം ഇത്തവണ അതല്ല, സഭ നടത്തിക്കാൻ അനുവദിക്കില്ല. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അട്ടിമറിക്കുന്നു ആരോപിച്ചുകൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നത്തെ പ്രതിഷേധമെന്ന് വ്യക്തമാണ്. ഇപ്പോൾ സ്പീക്കർ ചേംബറിലേക്ക് മടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിന് ഡയസിന് താഴെ തുടരുന്നു. അത്യന്തം നാടകീയമായ, അത്യന്തം സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കേരള നിയമസഭ വീണ്ടും മാറുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ. സജിത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അസാധാരണ നിമിഷങ്ങളിലൂടെ കടന്നുപോവുകയാണ്. അസാധാരണ പ്രതിഷേധമാണ് നിയമസഭയിൽ ഉണ്ടാവുന്നത്. അതാണ് സാഹചര്യം. രണ്ടാമത് വീണ്ടും ആദ്യ സംഘർഷത്തിനൊടുവിൽ വീണ്ടും സഭ ആരംഭിക്കാൻ ഡയസിലേക്ക് മടങ്ങി വന്ന സ്പീക്കർക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ് വീണ്ടും ഉണ്ടായത്. ഡയസിന് മുന്നിലേക്ക് പ്രതിപക്ഷ MLA-മാരുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. തുടർന്ന് വീണ്ടും സഭ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് സാഹചര്യം. സ്പീക്കർ മടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ശബരിമല വിഷയത്തിൽ തുടർച്ചയായ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് സത്യാഗ്രഹ സമരമടക്കമുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ സഭയ്ക്കുള്ളിൽ ശക്തമായ പ്രതിഷേധം, അതായത് സഭാ നടപടികളുമായും ഒരർത്ഥത്തിലും സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ
നിയമസഭാ TV പുറത്തുവിടുന്ന ദൃശ്യങ്ങളാണ് 10 മണിക്ക് സഭ ചേർന്നപ്പോഴുണ്ടായ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ. ബഹുമാനപ്പെട്ട പാർലമെന്ററി മിനിസ്റ്റർ ലോ മിനിസ്റ്റർ സർ, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ളതാണ് സാർ. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ മേധാവിനുമുള്ള മറുപടിയാണ് സാർ. ഹൈക്കോടതി പറഞ്ഞു കേൾക്ക്, അതിനുശേഷം അദ്ദേഹം മറുപടി പറഞ്ഞു. കേൾക്ക് നിങ്ങൾ. മിനിസ്റ്റർ പറഞ്ഞോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.